ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വന്നത് നമുക്ക് വീട്ടിൽ തന്നെ സിംപ്ലി രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നാച്ചുറൽ എക്സ്ഫോളിയേറ്റർ ആണ്. അപ്പോൾ നമുക്ക് വീക്ക്ലി 2 ടൈംസ് ഒക്കെ ഈ ഒരു എക്സ്ഫോളിയേറ്റർ യൂസ് ചെയ്തിട്ട് നമ്മുടെ സ്കിൻ നല്ലോണം ക്ലെൻസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇതൊരു എക്സ്ഫോളിയേറ്റർ മാത്രമല്ല, നമുക്ക് ഫേസ് പാക്ക് എന്നും പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് നൽകുന്നുണ്ട്. നമ്മുടെ സ്കിൻ നല്ലോണം ഹൈഡ്രേറ്റ് ചെയ്യാനും സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ആ ഒരു പോഴ്സും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ടൈറ്റൻ ചെയ്യാനും ഏജിങ് പ്രോസസ്സ് സ്ലോ ഡൗൺ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പാക്കാണ്. സ്മൂത്തർ ആയിട്ടുള്ള ന്യൂ സ്കിന്നിൻ്റെ ആ ഒരു ഗ്രോത്ത് വരെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന നല്ലൊരു പാക്കാണ് കേട്ടോ. നമ്മുടെ സ്കിൻ നന്നായിട്ട് വൈറ്റൻ ചെയ്യാനും സപ്പിളാക്കാനും നറിഷ് ചെയ്യാനൊക്കെ നമുക്ക് യൂസ്ഫുൾ ആണ്. എക്സലൻ്റ് ആയിട്ടുള്ള നല്ലൊരു മോയ്സ്ചറൈസർ കൂടിയാണ്. അപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടത് രണ്ടേ ഇൻഗ്രീഡിയൻസ് ആണ്. ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് കേർഡ്, നമ്മുടെ തൈരാണ് എടുക്കുന്നത്. അപ്പോൾ നീഡഡ് ക്വാണ്ടിറ്റി ഒരു ബൗളിലെടുക്കുക. അതിലേക്ക് നമ്മളൊരു 4 അല്ലെങ്കിൽ 5 ഡ്രോപ്സ് റോസ് വാട്ടറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രണ്ട് ഇൻഗ്രീഡിയൻസും നമ്മുടെ സ്കിന്നിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യാനും സ്മൂത്ത് ആക്കാനും ഒക്കെ ഹെൽപ്ഫുള്ളാണ്. നമുക്കെല്ലാവർക്കും തലവേദന പിടിച്ച ഡാർക്ക് സർക്കിൾ ഉണ്ടല്ലോ, അതൊക്കെ നല്ലോണം ലൈറ്റൻ ചെയ്യാനും നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡൾനെസ് അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷൻ പോലും നമുക്ക് നന്നായിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനിയിപ്പോൾ നമ്മൾ സൺബേൺ അല്ലെങ്കിൽ പുറത്തൊക്കെ പോയിട്ട് വന്നിട്ട് ഭയങ്കര ടാനൊക്കെ അടിച്ചിരിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക. ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് നമ്മുടെ ഫേസിൽ വെച്ചിട്ട് വാഷ് ഓഫ് ചെയ്ത് കളഞ്ഞാൽ ആ ഒരു ടാനും കാര്യങ്ങളൊക്കെ നന്നായിട്ട് നമുക്ക് കളയാൻ പറ്റും. ഡാർക്കായിട്ടുള്ള ആ ഒരു സ്പോട്ടും കാര്യങ്ങളും ബ്ലെമിഷേഴ്സും സ്കാസും മാത്രമല്ല, ഡാർക്ക് സർക്കിൾസ് വരെ നന്നായിട്ട് ലൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡൾനെസ് ആണെങ്കിലും പിഗ്മെൻറ്റേഷനും ഒക്കെ നമുക്ക് റിമൂവ് ചെയ്യാനൊക്കെ ഹെൽപ്ഫുള്ളാണ്. നാച്ചുറൽ എക്സ്ഫോളിയേറ്റർ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മുടെ പോഴ്സിൻ്റെ ഉള്ളിൽ തങ്ങിക്കിടക്കുന്ന എണ്ണമയവും മെഴുക്കും ഡേർട്ടും ഇമ്പ്യൂരിറ്റീസ് ഒക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഒരുപാട് പണിപ്പെട്ട പണിയൊന്നുമല്ല. ജസ്റ്റ് കുറച്ച് തൈര് നമ്മൾ ബൗളിലെടുക്കുക. അതിലേക്ക് റോസ് വാട്ടർ നമുക്ക് നീഡഡ് ക്വാണ്ടിറ്റി, അതായത് കുറച്ച് ഡ്രോപ്സ് മാത്രം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് ഈവനായിട്ട് നമ്മുടെ ഫേസ് ഓവറോൾ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നെക്കും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഞാൻ ഫേസ് മാത്രമേ ഉള്ളൂ അപ്ലൈ ചെയ്ത് നിങ്ങളെ കാണിക്കുന്നുള്ളൂ. റോസ് വാട്ടറും തൈരും, അതായത് കേർഡിൻ്റെ മോസ്റ്റ് ആയിട്ടുള്ള ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നല്ലൊരു മോയ്സ്ചറൈസർ ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നാച്ചുറൽ ആയിട്ടുള്ള എക്സ്ഫോളിയേറ്റർ ആണ്. അപ്പോൾ ഇത് രണ്ടും നമ്മുടെ സ്കിൻ നല്ലോണം വൈറ്റൻ ചെയ്യാനൊക്കെ ഹെൽപ്ഫുള്ളാണ്. സപ്പിൾ ആൻഡ് സോഫ്റ്റ്, പിന്നെ അതേപോലെ നറിഷ് ഒക്കെ ചെയ്യാൻ. അപ്പോൾ ഇത് രണ്ടിലും ഈ ഒരു ഗുണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ ഒന്നുകൂടെ ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റർ ആൻഡ് വൈറ്റനിങ് നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. ഈ ഒരു പാക്ക് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആ ഒരു ടൈം എത്രയാണെന്ന് നോക്കുകയാണെങ്കിൽ 20 മിനിറ്റ് ആണ് കേട്ടോ. 20 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിൽ കുറച്ചൊരു ഒട്ടിപ്പിടിച്ച രീതിക്ക് ചെറുതായിട്ട് ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ നമ്മൾ ഇതേപോലെ മെല്ലെ ഒന്ന് സ്ക്രബ് ഔട്ട് ചെയ്യുക കുറച്ച് നേരം. അതിനുശേഷം നമ്മൾ പ്ലെയിൻ വാട്ടറിൽ വാഷ് ഓഫ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഫേസ് വാഷ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ടർമറിക്കൊന്നും ആഡ് ചെയ്യുന്നില്ലല്ലോ. മഞ്ഞൾപ്പൊടിയൊക്കെ ഇടുമ്പോഴാണ് നമ്മുടെ ഫേസ് ഒന്നുകൂടെ ആ ഒരു മഞ്ഞ കളറിൽ വരുന്നത്. 15 അല്ലെങ്കിൽ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് ഫേസ് വാഷ് ഓഫ് ചെയ്യുക. വാഷ് ഓഫ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഈ ഒരു സ്ക്രബിങ് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. കുറച്ചുകൂടെ ഒന്ന് ആ ഒരു ഡേർട്ടും ഇമ്പ്യൂരിറ്റീസൊക്കെ നല്ലോണം റിമൂവ് ആയി പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ നമ്മുടെ ആ ഒരു ബ്ലഡ് സർക്കുലേഷനും കാര്യങ്ങളും നന്നായിട്ട് ബൂസ്റ്റപ്പ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ നമ്മൾ നോർമൽ വാട്ടറിൽ വാഷ് ഓഫ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്കൊരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റനിങ് ഫീൽ ആവും കേട്ടോ. അതിന് കാരണം നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ള റോസ് വാട്ടറും കേർഡും നമുക്കൊരു ബ്രൈറ്റനിങ് എഫക്റ്റ് നൽകുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. ദെൻ നമ്മൾ ഒന്ന് പാട്രൈ ചെയ്തതിന് ശേഷം നമ്മുടെ സ്കിൻ ഒന്നുകൂടി ഒന്ന് ഹൈഡ്രേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നോർമലി നമ്മളിവിടെ മോയ്സ്ചറൈസറിന് പകരം റോസ് വാട്ടർ തന്നെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ലോണം നമ്മുടെ സ്കിൻ ഓവറോൾ ഒന്ന് ഡാബ് ചെയ്യുക റോസ് വാട്ടർ. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഗുൽബാരിയുടെ റോസ് വാട്ടറാണ്. ഇത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്ന ഒരു റോസ് വാട്ടറാണ്. അപ്പോൾ നമ്മുടെ ഫേസ് ഒന്നുകൂടെ നല്ല റിവിറ്റലൈസ് ചെയ്യാനും സോഫ്റ്റൻ ചെയ്യാനും റിഫ്രഷ് ചെയ്യാനൊക്കെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ നന്നായിട്ട് ഇതേപോലെ ഡാബിറ്റ് ചെയ്യുക. അതിനുശേഷം ലിവിറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് വേണമെങ്കിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം കേട്ടോ നിങ്ങളുടെ ഫേസിൽ. അപ്പോൾ വളരെ സിമ്പിളാണ്. രണ്ടേ ഇൻഗ്രീഡിയൻസ് മാത്രമുള്ള ഈ ഒരു പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. വീക്ക്ലി 2 ടൈംസ് ചെയ്താലും മതി, നമുക്ക് ബെസ്റ്റ് റിസൾട്ടും കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് ഓൾസോ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് കീപ് സപ്പോർട്ടിങ് മീ. താങ്ക് യു. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുവരേക്കും താങ്ക് യു.